അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യനെ അവൻ ഒരു ഇന്ദ്രിയത്തുള്ളിയതിൽ നിന്ന് സൃഷ്ടിച്ചു. എന്നിട്ട് അവനതാ വ്യക്തമായ എതിർപ്പുകാരനായിരിക്കുന്നു. സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയൻ മനുഷ്യനാണ്. അല്ലാഹുവിൻ്റെ മഹത്വത്തിന് തെളിവായി കാണിച്ചത് ഈ പ്രപഞ്ചത്തെയും അതിലെ ഗോളങ്ങളെയും ആണ്. ഈ തെളിവ് അവതരിപ്പിക്കുന്നത് മനുഷ്യന് വേണ്ടിയാണെന്ന് വരുന്ന ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യൻ ആത്മാവും ശരീരവും ചേർന്ന് ഉണ്ടായതാണ്. ഈ ആയത്ത് മനുഷ്യൻ്റെ ശരീര സൃഷ്ടിയിലേക്കാണ് സൂചന തരുന്നത്. അവൻ ശാരീരികമായി രൂപപ്പെട്ടു വരാൻ ഒരു സൃഷ്ടാവ് അനിവാര്യമാണ്. ഇങ്ങനെ ജീവനോ ചൈതന്യമോ ഇല്ലാത്ത ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ജനിച്ചവൻ വളർന്ന് വലുതായി വലിയ തർക്കക്കാരനായി മാറുന്നു. വിവേകത്തിൻ്റെയും ബുദ്ധിയുടെയും പൂർണ്ണതയിൽ നിന്നാണ് മനുഷ്യനിൽ തർക്കം, ബുദ്ധി ഉദയം കൊള്ളുക. അതാവട്ടെ അത്യധികം ആദരണീയമായ ഒരു കാര്യവുമാണ്. ഇങ്ങനെ ഏറ്റവും വൃത്തികെട്ട പരിതാവസ്ഥയിൽ നിന്ന് സമുന്നതമായ ഒരു സ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് പിന്നിൽ തെറ്റുവരാത്ത അല്ലെങ്കിൽ തെറ്റുവരുത്താത്ത ഒരു സൃഷ്ടാവ് ആവശ്യമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച ആ രീതി, മനുഷ്യൻ്റെ ജന്മം, അവൻ്റെ വളർച്ച. നമ്മൾ ഗർഭപാത്രത്തിലുള്ള ഒരു കുട്ടിയുടെ രൂപം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിൽ കാണുക. അത് ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ മനുഷ്യൻ ഏതെല്ലാം ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഏതെല്ലാം വഴിയിലൂടെയാണ് അവൻ ഒരു പൂർണ്ണ യുവാവായി മാറുന്നത്. ആ രണ്ട് അവസ്ഥകളുള്ള അതിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന് അവൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ തന്നെ അള്ളാഹുവിൻ്റെ അസ്തിത്വം അവന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും ആ നിസ്സാരനായ മനുഷ്യൻ, ദുർബലനായ മനുഷ്യൻ, നിസ്സഹായനായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ് ചെയ്യുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.